നിങ്ങളുടെ കഴിവിനെ ലോകം മുഴുവൻ അംഗീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സൂക്ഷിക്കുക, നിങ്ങളുടെ തനിമ നഷ്ടപ്പെടുകയാണ്. വിമർശനങ്ങളെ ഭയന്ന് സ്വന്തം ശൈലി മാറ്റുന്നവർക്ക് ഒരിക്കലും ഒരു ഹീറോ ആകാനാവില്ല. ഈ കഥ ശ്രദ്ധിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ജപ്പാനിലെ ടോക്കിയോ നഗരത്തിൽ പ്രശസ്തമായ ഒരു ജൂഡോ പരിശീലന കേന്ദ്രമുണ്ടായിരുന്നു. അവിടുത്തെ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ രാജസഭയുടെ മുന്നിൽ പ്രകടനം നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒരിക്കൽ കഠിനമായി പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ അവരുടെ പ്രഥമ പ്രകടനം നടത്തുകയായിരുന്നു. എന്നാൽ ഇത് കണ്ടുനിന്ന കാണികളിൽ ഭൂരിഭാഗവും പോരാട്ടവീര്യമില്ലാത്ത അടിമകളായിരുന്നു. 100 പേരിൽ വിരലിലെണ്ണാവുന്ന കുറച്ചു പേർ മാത്രമാണ് അവരുടെ പ്രകടനത്തെ പ്രോത്സാഹിപ്പിക്കുകയും അത്ഭുതമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തുള്ളൂ. ബാക്കി ഭൂരിഭാഗവും അതിനെ പരിഹസിക്കുകയും അവഗണിക്കുകയും ചെയ്തു. നിരാശരായ ശിഷ്യർ ഗുരുവിന്റെ അടുത്തെത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ വർഷങ്ങളുടെ പരിശീലനത്തിലൂടെ പഠിച്ച ഈ അടവുകൾ എല്ലാം വിരലിലെണ്ണാവുന്ന കുറച്ചു പേർക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഇത് ഉപേക്ഷിച്ച് ലളിതമായ മറ്റെന്തെങ്കിലും പഠിക്കട്ടെ. ഗുരു ശാന്തനായി മറുപടി പറഞ്ഞു, കുട്ടികളെ, കാണികളുടെ ഭൂരിപക്ഷത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ചുവടുകളിലെ സൂക്ഷ്മത തിരിച്ചറിഞ്ഞ ആ ന്യൂനപക്ഷത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രകടനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവീര്യം നഷ്ടപ്പെടും. ഗുരു തുടർന്നു, 1000 പേർ നിങ്ങളുടെ പോരാട്ടത്തെ പുകഴ്ത്തിയാലും അറിവില്ലാത്ത ഒരുവൻ പരിഹസിക്കുമ്പോൾ അതിൽ മനംനൊന്ത് പിന്നോട്ടു പോകുന്നവൻ പോരാളിയല്ല. സ്വന്തം ലക്ഷ്യത്തിൽ വിശ്വസിക്കുക. സമാന ചിന്താഗതിയുള്ളവർ കൂടെ കൂടിക്കൊള്ളും. എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി ആർക്കും ഒന്നും ചെയ്യാനാവില്ല. എത്ര വിശുദ്ധ കർമ്മങ്ങൾ ചെയ്താലും എതിർക്കാൻ കുറച്ചു പേരുണ്ടാകും. എന്തിനോടും അനുകൂലമായും പ്രതികൂലമായും പ്രതികരിക്കുന്നവരെ എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ് ജയപരാജയങ്ങൾ സംഭവിക്കുന്നത്. നിർഭാഗ്യവശാൽ നെഗറ്റീവ് പ്രതികരണങ്ങളെ താലോലിക്കാനാണ് പലർക്കും ഇഷ്ടം. 1000 പേർ നല്ലത് പറഞ്ഞാലും ആരെങ്കിലും ഒരാൾ മോശം പറഞ്ഞാൽ അതിൽ മുറുകെ പിടിച്ച് സ്വയം പിന്നോട്ട് വലിയും. ബന്ധങ്ങളിലും സഹസഞ്ചാരങ്ങളിലും ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ നൽകുന്നവയെ അവർ സ്വീകരിക്കും. അവരുടെ താല്പര്യങ്ങൾക്ക് ഉപകരിക്കാത്തവയെ അവർ തിരസ്കരിക്കും. സാഹസിക യാത്രയും ചരിത്ര വിജയവും ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് സ്വയം വിശ്വസിക്കുകയും സ്വന്തം ലക്ഷ്യങ്ങളെ മാനിക്കുകയും ചെയ്യുക എന്നതാണ്. ആവശ്യമില്ലാത്തവയെ അവഗണിക്കാൻ പഠിക്കണം. വേണ്ടാത്തവ ഒഴിവാക്കിയാൽ വേണ്ടവയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്